കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് എല്ലാവരും പറഞ്ഞിട്ടും ഉമ്മൻചാണ്ടി ഇത്രയധികം ജീവിതത്തിൽ ദുഃഖിച്ചതും ബലിയാടാക്കപ്പെട്ടതും കള്ളക്കഥകൾ കൊണ്ടാണ്. ആ കള്ളക്കഥയുടെ സൂത്രധാരൻ ഗണേഷ് കുമാർ MLA മന്ത്രിയാവുകയാണ് ഡിസംബർ 29-ന്. പാവങ്ങളുടെ പടത്തലവനായി ഉമ്മൻചാണ്ടി മാറിക്കഴിഞ്ഞുവെന്നും CPM-ന് ഇനി തിരിഞ്ഞു നോക്കാനാവില്ലെന്നുമുള്ള ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ സോളാർ പരാതിക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് തിരുത്തി എഴുതിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെ പൊതുജന മധ്യത്തിൽ അപമാനിക്കുകയും അത് CPM ഏറ്റെടുത്ത് കലാപമുണ്ടാക്കി പിടിച്ചെടുത്ത ഭരണമാണ് ഇന്ന് പിണറായി വിജയൻ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഗണേഷ് കുമാറിന്റെ കൂടി സംഭാവനയായ ഭരണത്തിൽ ഗണേശൻ മന്ത്രിയാകേണ്ടത് ഉണ്ട ചോർന്ന് കാണിക്കുന്ന നന്ദിയാണ്. അതുകൊണ്ടാണ് കേരളം ഇത്രയും വെറുത്തൊരു ജനപ്രതിനിധിയെ വാശി പിടിച്ച് പിണറായി മന്ത്രിയാക്കുന്നത്. അതുപ്രകാരം ഗണേശന്റെ സത്യപ്രതിജ്ഞ 29-ന് നടത്താനുള്ള ഒരുക്കങ്ങൾ രാജ്ഭവൻ തുടങ്ങിക്കഴിഞ്ഞു. പന്തലും മറ്റ് ഒരുക്കുന്നതിന് മരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിൽ നിന്നും അനൌദ്യോഗിക അറിയിപ്പ് ലഭിച്ചതോടെയാണ് ഗവർണർ 29-ന് സമയം നൽകിയത്. 24-ന് നടക്കുന്ന LDF യോഗത്തിന് ശേഷം ഔദ്യോഗിക തീരുമാനം മുഖ്യമന്ത്രി ഗവർണർക്ക് രേഖാമൂലം നൽകും. ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിനെ ഒരു തട്ടിപ്പുകാരിയായ ഒരു സ്ത്രീയുടെ കൂടി പരാതി തിരുത്തി എഴുതിപ്പിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചപ്പോൾ കേരളം അത് വിശ്വസിച്ചു. പക്ഷെ ഓരോ കോടതികളും ഉമ്മൻചാണ്ടിയുടെ നിരപരാധിത്വം വിളിച്ചു പറഞ്ഞു. അപ്പോഴും ഉമ്മൻചാണ്ടി ആരെയും ശപിച്ചില്ല. അവസാനം കേരളത്തെ സ്വന്തം കുടുംബങ്ങളെ പോലെ സ്നേഹിച്ച ഒരു നേതാവ് വിട പറയുമ്പോൾ കേരളം ഒന്നടങ്കം വാവിട്ട് കരച്ചു. ഒരു നിമിഷത്തേക്കെങ്കിലും ഉമ്മൻചാണ്ടിയെ തെറ്റിദ്ധരിച്ചവർ അതിനുള്ള പ്രായച്ചിത്തമായി അദ്ദേഹത്തെ തൊഴുത് യാത്രയാക്കാനെത്തി. കേരളത്തിലെ ഓരോ വീടും കരഞ്ഞു. ആ മുഖ്യമന്ത്രിയുടെ, ആ ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനെ നോവിച്ചുള്ള ഗണേശന്റെ ഈ പട്ടാഭിഷേകം കേരളത്തിലെ ജനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കുന്നതല്ല. ഗണേശൻ എഴുതിയ കള്ളക്കഥയാണ് ഉമ്മൻചാണ്ടിയുടെ പടിയിറക്കത്തിന് കാരണമായതെങ്കിൽ അതേ വഞ്ചകനായ ഗണേശനെ കസേരയിൽ കയറ്റിയിരുത്തുന്നതായിരിക്കും പിണറായി വിജയന്റെ പടിയിറക്കത്തിന് തുടക്കം കുറിക്കുക. കാരണം കള്ളക്കളികൾ എല്ലാം കേരളം തിരിച്ചറിഞ്ഞിരിക്കും.